ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നീലുവയൽ ഗ്രാമം പരിചയപ്പെടുത്താനാണ്. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് നീലുവയൽ ഗ്രാമം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ അനിയത്തിയുണ്ട്. അപ്പം അനിയത്തിനെ ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് എപ്പിക് ട്രാവൽസിനൊപ്പം ഞാനും ഉണ്ടാവും. കൈക്ക് എന്ത് പറ്റിയതാ? കൈക്ക് ഞാൻ കഫേൽ ബർഗർ ഉണ്ടാക്കാൻ നേരം പാറ്റി കട്ട് ചെയ്തപ്പോൾ കത്തി കുത്തി കയറിയതാണ്. വല്ലാത്ത ഒരു പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാം വേഗം ഭേദമാകും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക, ഭേദമാകണമെന്ന്. ഇതാണ് ഇരികൂട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോവുകയാണെങ്കിൽ പാണ്ടിപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെത്താൻ സാധിക്കും. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണത്. അപ്പോൾ ഇവിടുന്ന് നീലുവയൽ ഗ്രാമം ആരംഭിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് ഇനി പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം തന്നെ ഗ്രാമഭംഗി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വഴി നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ തടിയമ്പാട് പോകാനും അതുപോലെ കോതമംഗലം ഭാഗത്തേക്കൊക്കെ പോകുവാനും എളുപ്പ ഒരു വഴിയാണ് ഈ തടിയമ്പാട് റൂട്ട്. അപ്പോൾ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഒരു കോഴിക്കാട്ട് പാറമട എന്ന് പറയുന്ന ഒരു വലിയ പാറമടയുണ്ട്. ഈ ഒരു റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഉള്ളിടത്ത് കൂടുതലും കൃഷി ചെയ്യുന്നത് ഏലവും അതുപോലെ കുരുമുളകും കാപ്പിയും തെങ്ങും ഒക്കെയാണ്. ഇടുക്കിയെ അറിയണമെങ്കിൽ ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കണം. എന്നാലേ ഇടുക്കിയുടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടുക്കിയിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാകണമെങ്കിൽ ഇതുപോലുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ കയറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രാവൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ നിരവധി വ്യൂ പോയിൻറ്റുകളുടെ വീഡിയോ അതിലുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ കൊച്ചു ചാനലിൻ്റെ മുന്നോട്ടുള്ള ഒരു ഊർജം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കവലയിൽ നിന്നും നമ്മൾ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ പ്രകാശിലേക്കും വലത്തോട്ടുള്ള വഴിയെ പോവുകയാണെങ്കിൽ നമ്മുടെ നീലുവയൽ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റും. അപ്പം ദാണ്ടേ ഏലമൊക്കെ റോട്ടിലേക്ക് കയറി നിൽക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ വഴിയാണ്. അതുപോലെ മേളിൽ സൂര്യൻ ചേട്ടനെ ഇടുന്ന നല്ലതായിട്ട് ചൂട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം എല്ലാവരും ചൂടത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കുക. ഇതൊരു 3 മണിക്ക് ശേഷമുള്ള ഒരു വ്യൂ ആണ്. 12 മണിക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ് ഇപ്പോൾ പുറത്തൊക്കെ. ഇവിടെയൊന്നും അധികം മഴയൊന്നും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം. സാധാരണ ഇടയ്ക്ക് വേനൽ മഴയൊക്കെ ഒരുപാട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ഈ പ്രാവശ്യം ശരിക്കും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം തന്നെ. ഇനിയൊരു ജൂണ് ഒക്കെ ആയിക്കഴിഞ്ഞാലേ മഴ പെയ്യുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഗ്രാമഭംഗിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അതും പരിഹരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളെ യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എത്താൻ പോകുന്നത് നീലുവയൽ റേഷൻ കട ഭാഗത്തേക്കാണ്. അപ്പം ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് പോവുകയാണെങ്കിൽ നീലുവയൽ പള്ളിയിലെത്താൻ പറ്റും. ഒരു ചെറിയ വഴിയുണ്ട് അവിടെ നിന്ന് താഴേക്ക്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏലമൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ കർഷകർ ഗ്രീൻ നെറ്റൊക്കെ വാങ്ങി ഒരുപാട് കാശ് മുടക്കി എല്ലാം വലിച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഏലം കരിഞ്ഞു പോവും. അതുപോലത്തെ വെയിലാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇടുക്കിയിൽ മറ്റുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടുക്കിയിൽ ചൂട് കുറവാണെന്നാണ് ഇടുക്കിയിൽ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ഇടുക്കി ചൂട് കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ചൂടായിട്ടൊക്കെയാണ് തോന്നുന്നത്.
അപ്പോൾ നീലവേൽ റേഷൻ കട ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് തങ്കമണി റൂട്ടിലൂടെയാണ്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് കൃഷി ഉണ്ട്. കൂടുതലായിട്ടും ഏലകൃഷിയാണ് ഇവിടെ ആൾക്കാർ ചെയ്യുന്നത്. ഇതാണ് നീലവേലിലെ വെയിറ്റിംഗ് ഷെഡ്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഉദയഗിരി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നീലവേലിയിൽ നിന്നും കുട്ടൻകവല എന്ന് പറയുന്ന ടൗണിലേക്കുള്ള കുട്ടൻകവല എന്ന് പറയുന്ന കവലയിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അടിപൊളി വളവൊക്കെ ഉണ്ട്. നല്ല രസമുള്ള വളവുകളാണ്, പക്ഷേ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊടും വളവുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പം വളവുകളൊക്കെ ഉള്ളപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വാഹനം ഓടിക്കുക ഇങ്ങോട്ടൊക്കെ വരുന്നവർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിന് മുന്നോട്ടുള്ള ഊർജം. അങ്ങനെ നമ്മൾ വലിയൊരു കയറ്റമൊക്കെ കയറി കുട്ടൻകവല എന്ന് പറയുന്ന കവലയിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ശാന്തിഗ്രാം റൂട്ടിൽ പോകാൻ പറ്റും, അതുപോലെ ഉദയഗിരി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ കുട്ടൻകവല എന്ന് പറയുന്നൊരു സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഒരു ഇറക്കമാണ്. അപ്പോൾ ഇറക്കം ഇറങ്ങി നേരെ ചെല്ലുന്നത് നമ്മുടെ തങ്കമണി എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. അപ്പോൾ തങ്കമണിയുടെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതാണ്ട് ഒരു ചക്കയുമായി ഒരു പിക്കപ്പ് അവിടെ കിടപ്പുണ്ട്. അത് എങ്ങോട്ട് പോകാനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ അതൊക്കെ എറണാകുളം കൊണ്ടുപോകും. അവിടെ നിന്ന് അത് നേരെ വിമാനം കയറി ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും ചക്കയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇത് നിന്നൊന്നും അതുകൊണ്ടായിരിക്കും മൊത്തം ചക്കയും ഇതുപോലെ വെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനേ. നമ്മൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പം നീലവേലിലെ ഈ ഒരു വഴിയിലൂടെ പോയി അതിലേക്കിറങ്ങി നമ്മൾ വീണ്ടും ഇതേ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് നീലവേലിലെ സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ ഗായ്സ്, നമ്മൾ നീലവേലിൽ ഒരു വലം വെച്ചിട്ടിങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവിടുത്തെ മാതാവിൻ്റെ പള്ളി വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പം കാണുന്ന വഴി നേരെ വലത്തോട്ട് പോവുകയാണെങ്കിൽ നീലവേലി മഠത്തിൻ്റെയും പള്ളിയുടെയും അടുത്തേക്ക് എത്താൻ പറ്റും. താഴേക്ക് കിടക്കുന്ന വഴി പോവുകയാണെങ്കിൽ തടിയമ്പാട് ഭാഗത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ ആദ്യം ആ റൂട്ടാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ നീലവേലി പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഒരു മനോഹരമായ ഒരു ഏലത്തോട്ടമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നീലവേലിയിലെ മാതാവിൻ്റെ പള്ളി കാണാൻ പറ്റി. പള്ളിയുടെ കാഴ്ചകളൊക്കെ മനോഹരമാണ്.